തമിഴ്നാട് നിയമസഭയിൽ ആദ്യ ദിനം തന്നെ മുഴങ്ങിക്കേട്ട ബൈബിൾ വചനങ്ങളാണ്: ஆராய்ந்து முடியாத பெரிய காரியங்களையும் எண்ணி முடியாத அதிசயங்கள் அவர் செய்கிறார். உனக்கு செய்யத்தக்க திராணி இருக்கிற போது செய்யத்தக்கவர்களுக்கு செய்யாமல் இராதே. நீ உன்னிடத்தில் அன்பு கூறுவது போல பிறனிடத்தில் அன்பு கூறு என்கின்ற அந்த வாசகங்கள் தான் என் நெஞ்சத்தை விட்டு அன்றாடம் நீங்காதிருக்கிறது. അതെ, തമിഴ്നാട് നിയമസഭയിലെ ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ JCD പ്രഭാകർ തന്റെ കർത്തവ്യങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ നടത്തിയ ഹൃദയസ്പർശിയായ പ്രസംഗത്തിലാണ് താൻ വിശ്വസിക്കുന്ന മൂല്യങ്ങൾ നൽകിയ ബൈബിൾ വചനങ്ങളും ക്രിസ്തീയ പശ്ചാത്തലത്തിൽ മാതാപിതാക്കൾ നൽകിയ രാഷ്ട്രീയ ഉപദേശങ്ങളെയും വിവരിച്ചത്. പദവികളേക്കാൾ ഉപരിയായി താൻ വിശ്വസിക്കുന്ന മൂല്യങ്ങളെയും തന്നെ വളർത്തിയ മാതാപിതാക്കളുടെ ഉപദേശങ്ങളെയും സ്മരിച്ചുകൊണ്ട് പുതിയ സ്പീക്കർ നടത്തിയ പ്രസംഗം ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. അദ്ദേഹം തന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കത്തെക്കുറിച്ച് വളരെ വൈകാരികമായാണ് സംസാരിച്ചത്. 1980-ൽ ആദ്യമായി നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത ആ ദിവസം മാതാപിതാക്കളും സഹോദരന്മാരും ചേർന്ന് ക്രിസ്തീയ ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച് ഒരു കുട്ടിയെ ആദ്യമായി സ്കൂളിൽ വിടുന്നത് പോലെ നിർദ്ദേശങ്ങൾ നൽകി അയച്ചത് അദ്ദേഹം ഇന്നും വ്യക്തമായി ഓർക്കുന്നു. ചെറിയ പ്രായത്തിൽ ലഭിച്ച ഈ വലിയ പദവി ഉത്തരവാദിത്തത്തോടെ വിനിയോഗിക്കണം. കുടുംബത്തിന്റെ അന്തസ്സ് കാത്തുസൂക്ഷിക്കണം. ആരും വിരൽ ചൂണ്ടി സംസാരിക്കാൻ ഇടവരരുത്. മുതിർന്നവരെ എപ്പോഴും ബഹുമാനിക്കണം. തെറ്റായ വഴിയിലൂടെയുള്ള ഒരു രൂപ പോലും വീട്ടിലേക്ക് കൊണ്ടുവരരുത്. ആരുടെയും ശാപത്തിന് ഇരയാകാതെ ജനങ്ങളെ സേവിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ പറഞ്ഞ് അവർ നൽകിയ ആ അനുഗ്രഹമാണ് ഇന്നും തന്റെ കരുത്തെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. 1980-ஆம் ஆண்டு சட்டமன்ற உறுப்பினராக பொறுப்பேற்ற நான் முதல் நாள் இந்த வளாகத்திற்கு வந்தபோது என் தகப்பனார் ஜான் சாமுவேல் அவர்களும் தாயார் கமலம் சாமுவேல் அவர்களும் என் மூத்த அண்ணன் கிருபாரன் அவர்களும் மூத்த அண்ணன் ஆரோக்கியராஜன் அவர்களும் இங்கே அமைந்துள்ள செயின்ட் மேரிஸ் சர்ச்சுக்கு அழைத்து சென்றார்கள். ஜெபம் செய்த பின்னர் என் பெற்றோர், சிறிய வயதில் பெரிய பொறுப்பு உனக்கு கிடைத்திருக்கிறது, நல்ல பெயர் வாங்க வேண்டும், நம் வீட்டு வாசலில் நின்று நம்ம யாரும் கேள்வி கேட்க கூடாது, நீ பெரியவர்களை மதிக்க வேண்டும், தவறான வருவாய் எந்த காலத்திலும் வீட்டுக்குள் வரக்கூடாது, யாருடைய சாபத்திற்கும் நீ ஆளாக கூடாது என்று அறிவுரை கூறி நெற்றியில் சிலுவை அடையாளமிட்டு முதல் நாள் சட்டமன்ற கூட்டத்திற்கு ஒரு LKG பிள்ளையை பள்ளிக்கு அனுப்பி வைப்பது போல அனுப்பி வைத்த நாட்களை நான் நினைத்துக் கொண்டுதான் வளாகத்துக்குள்ளே வந்தேன். நான் வளர்கிற போதே என் உள்ளத்தில் ஏற்றுக்கொண்டது 3 தான். ஆராய்ந்து முடியாத பெரிய காரியங்களையும் எண்ணி முடியாத அதிசயங்கள் அவர் செய்கிறார். உனக்கு செய்யத்தக்க திராணி இருக்கிற போது செய்யத்தக்கவர்களுக்கு செய்யாமல் இராதே. நீ உன்னிடத்தில் அன்பு கூறுவது போல பிறனிடத்தில் அன்பு கூறு என்கின்ற அந்த வாசகங்கள் தான் എൻ നെഞ്ചത്തെ വിട്ട് അന്റാടം നീങ്ങാതിരിക്കുന്നത്. തന്റെ ജീവിതയാത്രയിൽ അദ്ദേഹം മുറുകെ പിടിക്കുന്ന 3 പ്രധാന ബൈബിൾ സത്യങ്ങളെക്കുറിച്ചും അദ്ദേഹം അവിടെ പരാമർശിക്കുകയുണ്ടായി. ഇയ്യോബ് 5:9 പറയുന്നത് പോലെ കർത്താവ് ആരാഞ്ഞുകൂടാത്ത വൻ കാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്നു. സദൃശ്യവാക്യങ്ങൾ 3:27 പറയുന്നത് പോലെ നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. മർക്കോസ് 12:31 പറയുന്നത് പോലെ നിന്നെപ്പോലെ തന്നെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന ബൈബിൾ വചനങ്ങളാണ് തന്റെ രാഷ്ട്രീയ വ്യക്തി ജീവിതത്തിന്റെ അടിസ്ഥാനമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. രാഷ്ട്രീയം പലപ്പോഴും അധികാരത്തിന്റെയും സ്വാർത്ഥതയുടെയും മത്സരവേദിയായി മാറുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ ഒരു വലിയ പാഠപുസ്തകമാണ്. മൂല്യച്യുതി സംഭവിക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ സത്യസന്ധതയും ദൈവഭയവുമുള്ള ജനപ്രതിനിധികൾ അപൂർവമായി കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് തന്റെ മാതാപിതാക്കൾ പകർന്നു നൽകിയ ധാർമ്മികതയിലും ബൈബിൾ വചനങ്ങളിലും അടിയുറച്ചു വിശ്വസിക്കുന്ന ഒരു നേതാവിന്റെ പ്രസക്തിയേറുന്നത്. പദവികൾക്ക് മുന്നിൽ വിനീതനാകാനും ദൈവവചനങ്ങളെ തന്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ മാർഗരേഖയാക്കാനും അദ്ദേഹം കാണിച്ച ആ മനസ്സ് വരും തലമുറയ്ക്ക് മാതൃകയാണ്. അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്ന വചനം വെറുമൊരു വായനയിലൊതുക്കാതെ തന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അടിസ്ഥാന ശിലയായി മാറ്റുന്ന നേതാക്കളെയാണ് ഇന്ന് നാടിനാവശ്യം. എളിമയോടും അനുസരണയോടും കൂടി ജനങ്ങളെ സേവിക്കാൻ തയ്യാറാകുന്ന ഇങ്ങനെയുള്ള നേതാക്കൾ ജനാധിപത്യത്തിന്റെ പ്രകാശഗോപുരങ്ങളായി എന്നും നിലനിൽക്കട്ടെ.